നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1201 തുലാമാസം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ തുലാം രാശിയിലേക്കുള്ള സൂര്യസംക്രമം ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നമുക്കിന്ന് തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. വീട് നിർമ്മാണം ഒക്കെ മുടങ്ങിക്കിടന്നിരുന്നവരാണെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. പുനർനിർമ്മാണത്തിനുള്ള ആരംഭം കുറിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷൻ പോലെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തടസ്സപ്പെട്ടിരുന്ന എല്ലാ തരത്തിലുള്ള പെർമിറ്റുകളൊക്കെ ലഭിക്കുന്നതാണ്. യാത്രകൾ കൊണ്ട് പൊതുവെ നേട്ടമുണ്ടാകുന്നതാണ്. ഏതു തരത്തിലുള്ള അധ്വാനം തൊഴിലും ആയിക്കോട്ടെ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. വിശേഷിച്ച് കൃഷി, കച്ചവടം എന്നിവയിലൂടെ നേട്ടങ്ങൾ അധികമായി ഉണ്ടാകുന്നതാണ്. മുതിർന്നവരായിട്ടുള്ളവർക്ക് സന്താനങ്ങളിൽ നിന്ന് മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. യുവജനങ്ങൾക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. ദോഷപരിഹാരമായി മേടക്കൂറുകാർ മഹാദേവന് ജലധാര, ശാസ്താവിന് നീരാഞ്ജനം, സർപ്പങ്ങൾക്ക് ശക്തിക്കൊത്ത വഴിപാട് എന്നിവ നടത്തുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കൊല്ലവർഷം 1201 തുലാമാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. പൊതുവെ ഇടവക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ചിലർക്കെങ്കിലും സാമ്പത്തികമായി ചില ദുരിതങ്ങളും പ്രശ്നങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. തുടങ്ങി വെച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അല്പം തടസ്സങ്ങളും ഉണ്ടായേക്കാം. മുമ്പ് സഹായിച്ചിട്ടുള്ളവരിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. യുവാക്കളായിട്ടുള്ളവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കലാകാരന്മാരായിട്ടുള്ളവർക്ക് തൊഴിൽ സംബന്ധിയായി ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ചികിത്സയിൽ നിന്നും ആഗ്രഹിച്ച രോഗശമനം ഉണ്ടാകുന്നതാണ്. ചെറുകിട കച്ചവടക്കാർക്കും കർഷകർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് തുലാമാസം. ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും ഇടവക്കൂറുകാർക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ്. ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റുള്ളവരിൽ നിന്നും പൊതുവെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഇടവിട്ട് ഉദര രോഗങ്ങളും ഉണ്ടായേക്കാം. ധന ഇടപാടുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദോഷപരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം, മഹാവിഷ്ണുവിന് നെയ്വിളക്ക്, ഭഗവതിക്ക് പുഷ്പാഞ്ജലി എന്നിവയൊക്കെ നടത്തുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ തുലാമാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അതുമൂലം തൊഴിൽ ലഭിക്കുന്നതാണ്. സാമ്പത്തിക നില ഭദ്രമാകുന്നതാണ്. കൂടാതെ കുടുംബജീവിതം ഭദ്രമാകുന്നതാണ്. പൊതുപരീക്ഷകൾ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വാഹനം മുഖേന ആദായം വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും ചെറിയ കാര്യങ്ങളിൽ മനോവിഷമം ഉണ്ടാകാം. ഔഷധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ എല്ലാ മിഥുനക്കൂറുകാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായി വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. കുടുംബപരമായും ഭദ്രമാകുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ സന്താനങ്ങൾക്ക് പൊതുവെ ഐശ്വര്യം ലഭിക്കുന്നതാണ്. വീട് നന്നാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട്ടിൽ പൊതുവെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. തൊഴിലിലും പൊതുവെ ഊഹക്കച്ചവടത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്വയം തൊഴിലിൽ നിന്നുള്ള ആദായം ഒക്കെ വർദ്ധിക്കുന്നതാണ്. മെഡിക്കൽ രംഗം, സമൂഹ സേവ, നേതൃത്വ പദവികൾ എന്നിവയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂല കാലമാണ്. എന്നാൽ ഇടവിട്ട് തൊണ്ട പോലെയുള്ള ഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദോഷപരിഹാരമായി മിഥുനക്കൂറുകാർ ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചന നടത്തുക. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ കൊല്ലവർഷം 1201 തുലാമാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ്. കീർത്തിയും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ്. അകന്നു നിന്നവരൊക്കെ യോജിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചെറിയ തർക്കങ്ങളും കേസുകളും ഒക്കെ ഒത്തുതീർപ്പിലെത്തുന്നതാണ്. മുടങ്ങിക്കിടന്ന തൊഴിലൊക്കെ പുനരുദ്ധരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വീട് നിർമ്മാണ പ്രവർത്തനമൊക്കെ
ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പൊതുജന മധ്യത്തിൽ അംഗീകാരങ്ങളും കീർത്തിയും ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം പൊതുവെ ഭാഗ്യത്തിന്റെ ആനുകൂല്യവും ലഭിക്കുന്നതാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നേതൃസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സന്താനങ്ങൾ മൂലവും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, ദേവിക്ക് അർച്ചന നടത്തുക, കുടുംബദേവതാ പ്രീതി നടത്തുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കൊല്ലവർഷം 1201 തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത ചില ചെലവുകളൊക്കെ വന്നു ചേരാം. വസ്ത്രം, ആഭരണം എന്നിവയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട് നവീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വാഹന യോഗവും ഉണ്ടാകാം. യാത്രകൾ വഴി നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. കൈകാൽ മുട്ടുവേദന, കാൽപാദം വേദന എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. കച്ചവടക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കണമെന്നില്ല. കൃഷി സംബന്ധമായും ചില താൽക്കാലിക നേട്ടങ്ങളൊക്കെ കുറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ ഉണർവുണ്ടാകുന്നതാണ്. ചെറിയ കുട്ടികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് പനി, ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങൾ ബാധിച്ചേക്കാം. യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും പണച്ചിലവ് വർദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശോഭകരമാണ്. മേലധികാരികളിൽ നിന്നും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പൊതുമേഖല, കോർപ്പറേറ്റ് മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്ഥാനമാറ്റം, സ്ഥലമാറ്റം എന്നിവയൊക്കെ അനുകൂലമായിട്ട് വർത്തിക്കുന്നതിനും പ്രമോഷനൊക്കെ ലഭിക്കുന്നതിനുമുള്ള സാഹചര്യമുണ്ട്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന സമയമാണ്. ദോഷപരിഹാരമായി മഹാവിഷ്ണു പ്രീതി വരുത്തുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം വഴിപാട് നടത്തുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, ദേവിക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കൊല്ലവർഷം 1201 തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ധനലാഭം, തൊഴിൽ ലാഭം, മനസ്സിന് സന്തോഷം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അവരെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കന്നിക്കൂറുകാർക്കും പഠനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. പിണങ്ങിയിരുന്നവർ തമ്മിൽ ഒത്തുചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പ്രവർത്തനത്തിനനുസരിച്ചുള്ള ധനലാഭം ഉണ്ടായില്ല എന്ന് വരാം. എന്നിരുന്നാലും ധനത്തിന് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെ പറയണം. കർമ്മസ്ഥാനത്ത് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുക. പൊതുവെ പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് മേന്മ കൈവരും എന്ന് തന്നെ പറയണം. ഭൂമി വഴി ലാഭങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മുതിർന്നവരായിട്ടുള്ള കന്നിക്കൂറുകാർക്കും കാലം അനുകൂലമാണ്. ദൈവാധീനം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി കന്നിക്കൂറുകാർ ദേവിക്ക് മാല സമർപ്പിക്കുക, ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുക, കൂടാതെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് നടത്തുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ കൊല്ലവർഷം 1201 തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മപുഷ്ടി ഉണ്ടാകുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ നല്ല ദൈവാധീനമുള്ള സമയമാണ്. പ്രതീക്ഷിച്ച നേട്ടങ്ങളൊക്കെ കൈവരുന്നതാണ്. കൂടാതെ കുടുംബത്തിന് ശ്രേയസ്സും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. വീട് വാങ്ങുന്നതിനോ നന്നാക്കുന്നതിനോ ഒക്കെയുള്ള അനുകൂല സമയമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അവർക്ക് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചികിത്സ വഴിയൊക്കെ സന്താന ലബ്ധി ഉണ്ടാകുന്നതാണ്. മുടങ്ങിയിരുന്ന വിദ്യാഭ്യാസമൊക്കെ തുടരുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ ശ്രേയസ്സും കീർത്തിയും പൊതുവെ ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അവിടെ തൊഴിൽ ലാഭത്തിനും സാഹചര്യം ഉണ്ടാകും. സംഘടനകളിലെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നേതൃസ്ഥാനത്ത് എത്തുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. പൊതുവെ മനസ്സമാധാനം ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തുലാക്കൂറുകാർക്കും അനുകൂല സമയമാണ്. ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. കുടുംബദേവതാ പ്രീതിയും ലഭിക്കുന്നതാണ്. ഇതുമൂലം പൊതുവെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുക, കൂടാതെ മുരുകന് പഞ്ചാമൃതം നടത്തുക, ശിവഭഗവാന് പിൻവിളക്ക് നടത്തുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൂർണ്ണ തരത്തിൽ ഈശ്വരാനുഗ്രഹവും ഗുരു കടാക്ഷവും ഒക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഭൂമി യോഗം, വീട് യോഗം,
വാഹനയോഗം എന്നിവയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. തൊഴിൽ സംബന്ധമായി മാറ്റങ്ങളും ഉന്നതിയും ഒക്കെ ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ പൊതുവെ ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അകന്നു നിൽക്കുന്ന ദമ്പതികളൊക്കെ ഒരുമിക്കുന്നതിനുള്ള സമയമാണ്. കലാകാരന്മാർക്കും ശാസ്ത്രകാരന്മാർക്കും പുതിയ സൃഷ്ടികളൊക്കെ നടത്തുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് നല്ല തുടർ പ്രവർത്തനത്തിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്കും അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ചേരാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. പൊതുവെ സന്താന സൗഖ്യം, മനസ്സുഖം എന്നിവ ലഭിക്കുന്നതാണ്. കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. വിദേശ ധനമൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ദോഷപരിഹാരമായി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, മഹാവിഷ്ണുവിന് പാൽപായസം നിവേദിക്കുക, മുരുകന് ക്ഷീരാഭിഷേകം അർച്ചന എന്നിവ നടത്തുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് തുലാം മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലി എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനമുള്ള സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ്. അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റവും ഒക്കെ ലഭിക്കുന്നതാണ്. നിശ്ചയിച്ച വിവാഹമൊക്കെ തടസ്സം കൂടാതെ നടക്കുന്നതാണ്. ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ അനുകൂല സമയമാണ്. വീടൊക്കെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. ഇങ്ങനെയുള്ളവർക്ക് അംഗീകാരവും ആദരവും ഒക്കെ ലഭിക്കുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയും ഉദ്യോഗ കയറ്റവും ഒക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ധനുക്കൂറുകാർക്ക് പഠനത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ബാങ്കിങ്, വിദേശ പണമിടപാടുകൾ എന്നിവ മൂലം അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. കൃഷി, വ്യവസായം, വിശേഷിച്ച് പുഷ്പകൃഷി എന്നിവയൊക്കെ നടത്തുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഏത് രംഗത്താണെങ്കിലും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മികവ് പ്രകടിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ദോഷപരിഹാരമായി കുടുംബ ദേവതാപ്രീതി നടത്തുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, കൂടാതെ സർപ്പങ്ങൾക്ക് വഴിപാടുകൾ നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ എല്ലാ കാര്യത്തിലും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. കുടുംബത്തിൽ പുതിയ അംഗങ്ങളുടെയൊക്കെ ആഗമനം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സന്താനങ്ങൾക്കും പൊതുവെ നേട്ടം ഉണ്ടാകുന്നതാണ്. പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വാഹനം, കൃഷിയും എന്നിവ മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാങ്കേതിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ഇടവിട്ട് ജലദോഷം തുടങ്ങിയ കഫരോഗങ്ങളൊക്കെ അലസരപ്പെടുത്തിയേക്കാം. വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ മൂലം വിദ്യാകാര്യത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പൊതുവെ എല്ലാവർക്കും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂല സമയമാണ്. അവർക്ക് ബഹുമതികളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. മകരക്കൂറുകാർ ദീർഘദൂര യാത്രകൾ കഴിവതും ഈ മാസം ഒഴിവാക്കുക. കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന സമയമാണ്. വാദം, പിത്തം, കഫം എന്നീ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ശിവക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തുക, ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. കൂടാതെ ശാസ്താവിന് നീരാഞ്ജനം, കുടുംബ ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാട് എന്നിവ നടത്തുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതാണ്. എന്നാൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. വിദേശയാത്രയ്ക്കൊക്കെ മുൻകൂർ ധനം വിശ്വാസയോഗ്യമല്ലാത്തവർക്ക് കൊടുക്കുന്നതൊക്കെ സൂക്ഷിക്കുക. പ്രതീക്ഷിച്ച സമയത്ത് സ്ഥാനമാറ്റം, പ്രമോഷൻ എന്നിവയൊക്കെ ലഭിക്കാം. ചിലർക്കൊക്കെ അതിൽ തടസ്സങ്ങളും വന്നു ചേരാം. കൃഷി സംബന്ധമായും വ്യാപാര സംബന്ധമായും ഒക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പുരോഗമനത്തിൽ അല്പം കുറവ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ദൈവാധീനം വരുത്തേണ്ടതാണ്. മനസ്സിന് ചില ചാഞ്ചല്യങ്ങളൊക്കെ ഉണ്ടാകാം. മുൻ നിശ്ചയിച്ചിരുന്ന വിവാഹമൊക്കെ തടസ്സം കൂടാതെ നടക്കാം. എന്നാൽ ചില ക്രയവിക്രയങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ നേരിടുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. ബന്ധുക്കളിൽ നിന്നും
സർക്കാരിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ട സഹായ സഹകരണങ്ങൾ ചില ചെറിയ ചെറിയ തടസ്സങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും അത് ലഭിക്കുന്നതാണ്. അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, ബന്ധുഗുണം ലഭിക്കുന്നതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിലൊക്കെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. ധനം കൈകാര്യം ചെയ്യുന്നത് സ്വന്തം കാര്യത്തിലാണെങ്കിലും തൊഴിൽ കാര്യത്തിലാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ഏർപ്പെടുക. കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ സൗഖ്യം ഉണ്ടാകുന്നതാണ്. നാൽക്കാലി ലാഭം ഉണ്ടാകുന്നതാണ്. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ദോഷപരിഹാരമായി മഹാവിഷ്ണു പ്രീതി നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പുറകുവിളക്ക്, ധാര എന്നിവ വഴിപാട് നടത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. വിദേശത്ത് നിന്ന് ധനലാഭം ഉണ്ടായേക്കാം. വിദേശത്തുള്ളവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്നതാണ്. സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് ഉന്നതി ലഭിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വരും. ധനകാര്യ സംബന്ധമായി തൊഴിലിലുള്ളവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാപാരികളും തൊഴിലിൽ ഏർപ്പെടുന്ന ധനം കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ ശ്രദ്ധയോടെ ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക. പൂർവിക സ്വത്ത് ഭാഗം വെക്കുന്നതിനും ലഭിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. വീട് നന്നാക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഒക്കെ അനുകൂല സമയമാണ്. കടബാധ്യതകളിൽ നിന്നും ഒരു പരിധി വരെയൊക്കെ മോചനം ഉണ്ടാകുന്നതാണ്. കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും മുടക്കം കൂടാതെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതുമാണ്. ഇടയ്ക്കൊക്കെ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സ്വർണം, ആഭരണം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബ്യൂട്ടീഷ്യന്മാർ, ഇന്റീരിയർ തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ ശനിയുടെ ഏഴശനിയാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സന്താന സൗഖ്യം, കുടുംബസുഖം എന്നിവയും ഉണ്ടാകുന്നതാണ്. ദോഷശാന്തിക്കായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. ഗണപതി, ഹനുമാൻ സ്വാമി എന്നിവർക്ക് അർച്ചന നടത്തുക. 12 രാശിക്കൂറുകാരുടെയും കൊല്ലവർഷം 1201 തുലാമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.